2024 മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നതായുള്ള രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിനെതിരെ ബിജെപി. രാഹുൽ ഗാന്ധിയുടെ ആരോപണം ബാലിശമാണെന്നും പരീക്ഷയിൽ തോറ്റ കുട്ടിയുടേതിന് തുല്യമാണെന്നും ബിജെപി ആരോപിച്ചു. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ മാച്ച് ഫിക്സിംഗ് നടന്നതായി കഴിഞ്ഞ ദിവസം ഉന്നയിച്ച ആരോപണം രാഹുൽ ഗാന്ധി ശനിയാഴ്ച വീണ്ടും തന്റെ എക്സ് അക്കൗണ്ടിലൂടെ ആവർത്തിച്ചു. തിരഞ്ഞെടുപ്പിൽ ജയിക്കുമ്പോൾ ഇല്ലാത്ത ആരോപണങ്ങളാണ് തോൽക്കുമ്പോൾ രാഹുൽ ഉന്നയിക്കുന്നതെന്ന് ബിജെപി പ്രതികരിച്ചു. പരീക്ഷയിൽ തോറ്റ വിദ്യാർത്ഥി വീട്ടിൽ വന്ന് ചോദ്യങ്ങളെല്ലാം സിലബസിന് പുറത്തുനിന്നുള്ളതായിരുന്നുവെന്ന് പറയുന്നത് പോലെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന. അവർ ജയിക്കുമ്പോൾ വോട്ടിംഗ് മെഷീനുകളും തിരഞ്ഞെടുപ്പ് കമ്മീഷനുമെല്ലാം നല്ലതാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോൾ അവർ ഒരു ആരോപണവും ഉന്നയിച്ചില്ല എന്നും ബിജെപി MLA രാം കഥൻ പറഞ്ഞു. കോൺഗ്രസ് മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ അവർ പ്രതിഷേധമുയർത്താൻ തുടങ്ങി. അവരുടെ കയ്യിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ അതുമായി കോടതിയിൽ പോകുന്നതിൽ നിന്ന് അവരെ ആരാണ് തടയുന്നത്? ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ബാലിശമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നത് ഒരു തരത്തിൽ ഭരണഘടനയെ അവമതിക്കലാണ് എന്നും രാം കഥൻ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്മാരുടെ നിയമത്തിലെയും വോട്ടർ രജിസ്റ്റർ, പോളിംഗ് ശതമാനം എന്നിവയിലെയും തിരിമറി, കള്ളവോട്ട് തുടങ്ങിയവയിലൂടെ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചെന്നാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണം. തെരഞ്ഞെടുപ്പ് സമിതിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പകരം ഒരു ക്യാബിനറ്റ് മന്ത്രിയെ ഉൾപ്പെടുത്താനുള്ള തീരുമാനം കളങ്കിതമാണെന്നും രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം മാതൃഭൂമി അടക്കമുള്ള മാധ്യമങ്ങളിൽ എഴുതിയ ലേഖനത്തിൽ ആരോപിച്ചിരുന്നു. പ്രതിപക്ഷത്തിന്റെ എല്ലാ ചോദ്യങ്ങളോടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനം പാലിക്കുകയോ ചിലപ്പോൾ അക്രമാസക്തമായി പ്രതികരിക്കുകയോ ചെയ്തെന്നും രാഹുൽ പറഞ്ഞിരുന്നു. മഹാരാഷ്ട്രയിൽ സംഭവിച്ചത് ഇനി ബീഹാറിലും അതുപോലെ BJP പരാജയപ്പെടാൻ സാധ്യതയുള്ള മറ്റിടങ്ങളിലും ഇനിയും ആവർത്തിക്കുമെന്ന് രാഹുൽ ഗാന്ധി ശനിയാഴ്ച എക്സിൽ കുറിച്ചു. ഇത്തരം മാച്ച് ഫിക്സഡ് തിരഞ്ഞെടുപ്പ് ഏതൊരു ജനാധിപത്യത്തിനും അപകടകരമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു.